നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ രസത്തിന് പറയുന്നു. മുഖ്യമന്ത്രി അഴിമതി ആരോപണം തെളിയിക്കാൻ എല്ലാ ആരോപണങ്ങളും തെളിയിക്കും. ഒരഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന്. അതായത് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ, ഏതെങ്കിലും ഒരു ഈ സർക്കാരിന്റെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയാതെ പോയ 9 വർഷങ്ങൾ കൂടിയാണ് കടന്നുപോകുന്നത് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത്. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ് അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും, അല്പം തലയോർത്തി തന്നെ പറയാൻ കഴിയും. നമ്മുടെ വയനാട് ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു കാട്ടിക്കൂട്ടിയ സംഭവം ഉണ്ടല്ലോ, അമ്പരപ്പിക്കുന്നതാണ്. പെയ്തിറങ്ങിയൊരു ദുരന്തത്തിൽ ഒലിച്ചുപോയൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ ഇരകളോട് ഇവർ ചെയ്തിരിക്കുന്നത് കൊടും ക്രൂരതയാണ്. എന്താ ഇവർ പറഞ്ഞത്? 2 വർഷമായിട്ട് ഞങ്ങൾ പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. രസീതടിച്ച്, കൂപ്പണടിച്ച് പണം വാങ്ങി, ഹുണ്ടിക പിരിവെടുത്ത് പണം വാങ്ങി, ഓവർസീസ് കോൺഗ്രസ്, സർവീസ് സംഘടനകൾ, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KS, മൂത്ത കോൺഗ്രസ് എല്ലാം കൂടി നാടടക്കം പിരിവായിരുന്നു ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി. തൊട്ടപ്പുറത്തുനിന്ന് പറഞ്ഞു, ഇതാ സർക്കാരിൻ്റെ ഒരു പരിപാടിയിലും നിങ്ങൾക്ക് സഹായം കൊടുക്കാൻ പാടില്ല കേട്ടോ എന്നൊരു മുന്നറിയിപ്പും കൊടുത്തു. ശമ്പളം കൊടുക്കുന്ന ധനസഹായമായി കൊടുത്ത ആൾക്കാരെ വിലക്കി. അതിനുശേഷം ഒരു ആപ്പ് ഉണ്ടാക്കി. ഈ ആപ്പിലൂടെ തന്നെ എത്ര കോടി പിരിച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് ആപ്പ് വിമലിച്ചപ്പോൾ സതീശൻ പറഞ്ഞു, ഞങ്ങൾക്ക് മതിയായ പണം കിട്ടിയില്ലോ, ഇതിന്റെ ആപ്പിന്റെ കാര്യം എന്താ ഉള്ളത്? അങ്ങനെ ആപ്പ് മുങ്ങി. ഇപ്പോ കോൺഗ്രസ് പറയാണ്, ഞങ്ങൾ ആകെ പിരിച്ചത് 5,38,00,000 രൂപ മാത്രം. മുസ്ലിം ലീഗ് 44 കോടി രൂപ പിരിച്ചു. നമ്മുടെ ഡിവൈഎഫ്ഐക്കാർ ആക്രി വിറ്റ് 20 കോടിക്ക് മേൽ സർക്കാരിലേക്ക് സംഭാവന ചെയ്തു. ഈ ദേശീയ പാർട്ടി ഇവിടെ വന്ന് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെ എന്താ ചെയ്തിരുന്നത്? ഇതുപോലുള്ളൊരു തട്ടിപ്പ്, വെട്ടിപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇപ്പൊ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടാ, ഒരു MPക്ക് ഈ ദുരന്തത്തിൽ കൊടുക്കാവുന്ന പരമാവധി തുക 1 കോടി രൂപയാണ്. അത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു, ഇത് വലിയൊരു ദുരന്തമായി പ്രഖ്യാപിച്ചു. 1 കോടി രൂപ ഞാൻ കൊടുത്തു MP ഫണ്ടിൽ നിന്ന്. അതുകൂടാതെ ശമ്പളത്തിന്റെ ഇനത്തിൽ 1 ലക്ഷം രൂപ കൊടുത്തു. ഈ വയനാട്ടെ MP-ആയ പ്രിയങ്ക ഗാന്ധി 5 പൈസ കൊടുത്തോ? അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പാർട്ടിയുണ്ടല്ലോ, പാർട്ടിയിലൂടെ ഞങ്ങൾ കൊടുക്കുന്നു. എവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പണം? എവിടെ രാഹുൽ ഗാന്ധിയുടെ പണം? ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന പരിവാർ കുടുംബം ഇരിക്കുന്നത് വയനാടല്ലേ? അവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വയനാടല്ലേ? 5 പൈസ ഈ പ്രിയങ്ക ഗാന്ധി ആ ദുരന്ത ബാധിതർക്കായി കൊടുത്തോ? എന്തോ കാലണ്ടർ ആരെ കൊണ്ട് അച്ചടിപ്പിച്ചുകൊണ്ട്, റോബർട്ട് വാദേരെ കൊണ്ട്, മൂപ്പറാണെ എന്താണ് കൊള്ളയാ, കുറച്ച് കാലണ്ടർ കൊടുത്തു. ഇതുപോലുള്ള ഒരു തട്ടിപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 7 മണിയാൽ KPCC ഫണ്ടിൽ നിന്ന് AICC ഫണ്ടിൽ നിന്നും പൈസ വരും. അല്ല, ഇനി പൈസ ഇല്ല, ഇനി പൈസ കളക്ഷൻ ഇല്ല. KPCC ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും, AICC ഫണ്ടിൽ നിന്ന് പൈസ കൊടുക്കും. ആരെങ്കിലും തന്നാ വാങ്ങിക്കും. പിന്നല്ലാതെ ഞങ്ങൾക്ക് പൈസ ഉണ്ട്, AICC സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നേരിട്ട്. അത് പിന്നെ വെറുതെ അത് ആർക്കും പറയാലോ, ആർക്കും എന്തും പറയാലോ. ഡെസ്പറേറ്റ് ആണ്. ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ചിന്തിക്കുക. എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഭരണം കിട്ടുമെന്നുള്ള